ഇന്നത്തെ വലിയ ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്കായി ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് വിധേയയാക്കാൻ യുവതിയെ നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതും ഈ ഫോൺ സംഭാഷണത്തിലുണ്ട്. യുവതിയോട് നാടകം കളിക്കരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. നമുക്ക് ആ സംഭാഷണം ഒന്ന് കേൾക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിട്ട്. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുകയാണ്. എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ, എനിക്കൊരു സമയം എന്താ എന്ന് പറഞ്ഞു. എന്റെ 3 ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നീ വളരെ കൂളാണ്, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്തിനാ അതിനെ പറ്റി ബോധരാകുന്നു? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം നിനക്കുള്ളൊരു ചൂട് വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ കാണിക്കുകയാണ്. കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യരുടെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എൻ്റെ വിവരങ്ങളുമായി ടി വി പ്രസാദും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, ഈ പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സംഭാഷണങ്ങൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭാഷണത്തിൽ കൃത്യമായി 1 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ സംസാരിക്കുന്നതാണ്. മാത്രമല്ല, ഈ കുഞ്ഞ് വേണം എന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുകൂടി ഈ പെൺകുട്ടി ഈ സംഭാഷണത്തിൽ പറയുകയല്ലേ. ഈ പെൺകുട്ടി നിയമപരമായി നീങ്ങുമോ? കാരണം ഇപ്പോൾ ഈ ഓഡിയോ അടക്കം പുറത്തു വന്നിരിക്കുകയാണല്ലോ. സുജിയ, ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പുറത്തു കൊണ്ടുവന്ന ശബ്ദ സംഭാഷണങ്ങൾ കൂടാതെ ഒരു സംഭാഷണം ഇത് പുറത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടി വ്യക്തത വരികയാണ് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന്. അതായത് ഗർഭിണിയാക്കണം എന്ന് ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നതിൻ്റെ ചാറ്റ് ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, ഇക്കാര്യം ആ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ശബ്ദ സംഭാഷണത്തിൽ പറയുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ വർഷം 2025 ഏപ്രിൽ മാസത്തിലാണ് ഈ യുവതി ഗർഭിണിയാണ് എന്ന വിവരം അറിയുന്നത്. അതിന് പിന്നാലെ നടത്തിയ ശബ്ദ സംഭാഷണമാണിത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ഇക്കാര്യം ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയാണ്. അതായത്, നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ടാണല്ലോ ഗർഭിണിയായത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് പെൺകുട്ടി കരയുന്ന സമയത്ത് നിന്റെ നാടകം കളി വേണ്ട, ഡ്രാമ വേണ്ട എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല, അസഭ്യവർഷം ആ വാക്കുകളിൽ ഉപയോഗിക്കുന്നതും നമുക്ക് കാണാം. ഏതെങ്കിലും രീതിയിൽ ഒരു രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം, അതായത് തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ചാറ്റിൽ ഇക്കാര്യം വ്യക്തമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു
പ്രഗ്നൻസി ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഈ ശബ്ദ സംഭാഷണത്തിലും ചാറ്റിലും വ്യക്തമാകുന്നത്. എന്തായാലും ഇത് പുറത്തേക്ക് വരുന്ന ഘട്ടം എന്നുള്ളത് ഏറെ പ്രധാനമാണ്. നിലവിലെ സാഹചര്യത്തിൽ ആരും പരാതി നൽകാത്ത ഒരു സേഫ് സോണിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതെങ്കിൽ ഈ ശബ്ദ സംഭാഷണം കൂടി പുറത്തു വന്ന ഈ സാഹചര്യം എന്നുള്ളത് പെൺകുട്ടി മറ്റു നടപടികളിലേക്ക് പോകുന്നു എന്ന ഒരു സംശയം പുറത്തേക്ക് വരുന്നത് തന്നെയാണ്. എന്തായാലും ഇത് ഏറെ ഗൗരവമുള്ളതാണ്. ഇത് ഒരുപക്ഷെ ഇനിയിപ്പോൾ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ടീമിന് ഇത് ഒരു പ്രധാനപ്പെട്ട എവിഡൻസായി മാറും എന്ന കാര്യം ഉറപ്പാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സംഭാഷണങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ പെൺകുട്ടി കരയുന്ന സമയത്ത് നീയല്ലേ പറഞ്ഞത്, അതായത് രണ്ടുപേർ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ പരസ്പരം ഉഭയകക്ഷി സമ്മതത്തോടെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അവർ. അവിടെ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വേണം എന്ന് രാഹുൽ പറഞ്ഞതിന് ആ പെൺകുട്ടി വഴങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് വഴങ്ങിയത് അത്രയും അയാളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എന്നിട്ടും ആ പെൺകുട്ടിയെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായി ഒരു ജീവിതത്തിനോ അയാൾ തയ്യാറായിട്ടില്ല ഈ നിമിഷം വരെ. അത് പ്രതീക്ഷിച്ചായിരിക്കാം ഒരു പക്ഷേ ആ പെൺകുട്ടി പരാതി നൽകാതെ ഇതുവരെ കാത്തിരുന്നത് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ പ്രസാദ്. ആ സമയത്ത് പെൺകുട്ടിയെ കേട്ടില്ല എന്ന് മാത്രമല്ല സുജി, ആ പെൺകുട്ടിയെ അപഹസിക്കുന്നത് കേൾക്കാം. നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പറ്റാത്ത ഒരു ഭാഷയിൽ മോശമായി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അതായത് നീ ഇപ്പോൾ കളിക്കുന്നതെല്ലാം നാടകമാണ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. ചുരുക്കത്തിൽ ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന നിലയിലാണ് പിന്നീടുള്ള പെരുമാറ്റം എന്നുള്ളതും ആണ് ഈ ശബ്ദ സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ശബ്ദ സംഭാഷണത്തിൽ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നുമുണ്ട്, നിങ്ങളാണല്ലോ നീ ഇതിന് നിർബന്ധിച്ചത് എന്ന് പറയുന്ന സമയത്ത് അതല്ല എന്ന് പറയാനുള്ള ഒരു വലിയ ശ്രമം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ചാറ്റ് പ്രസക്തമാകുന്നത്. അതായത് ഒരു കുട്ടിയെ വേണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിൻ്റെ ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അതും ഓഡിയോയുമാണ് ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര നാളുമുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ഈ ഓഡിയോ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം പെൺകുട്ടി ഒരു പരാതിയിലേക്ക് നീങ്ങുമോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതാണ്ട് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. വലിയ ട്രോമയിലാണ് ആ പെൺകുട്ടി ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന നിലയിൽ തൻ്റെ പൊതുപ്രവർത്തനം സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദ സംഭാഷണവും അന്നത്തെ ചാറ്റും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രസാദ് തുടരുക. ആർ റോഷിപാൽ കൂടി നമുക്കൊപ്പമുണ്ട്. ആർ റോഷിപാൽ, ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് പരാതികളായി അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളായി ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ആ പെൺകുട്ടി